السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ഹിജറ 9-ാമത്തെ വർഷത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9-ാമത്തെ വർഷം, ഹിജറ 9-ാമത്തെ വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമായി നാം അറിഞ്ഞിരിക്കേണ്ട ചരിത്ര വസ്തുത. നമുക്കറിയാവുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും ഹിജറ 8-ാമത്തെ വർഷത്തിലുണ്ടായ മക്ക വിജയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷം ഹജ്ജ് നിർവഹിക്കാതെ ഉംറ മാത്രം നിർവഹിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് മടങ്ങിപ്പോന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ 8-ാമത്തെ വർഷം മുശ്രിക്കുകളും മുസ്ലിമീങ്ങളും എല്ലാം ഒന്നിച്ചാണ് ഹജ്ജ് നിർവഹിച്ചത്. എന്നാൽ 9-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകളെ, അത് 300ഓളം ആളുകളായിരുന്നു ആ ടീമിൽ ഉണ്ടായിരുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തായാലും ഹജ്ജിന്റെ അമീറായി നിശ്ചയിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം ലോകത്തിന്റെ ഖലീഫയായി മാറാൻ പോകുന്ന, അല്ലെങ്കിൽ മാറിയ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ തന്നെയായിരുന്നു. അങ്ങനെ ബലി നടത്തുവാനുള്ള ഒട്ടകങ്ങളെയും കൂടെ കൊണ്ടുപോയാണ് ആ സംഘം മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടത്. മുമ്പ് അവിടെ നിലവിലുണ്ടായിരുന്ന സമ്പ്രദായത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെയും എതിർത്തിട്ടുണ്ടായിരുന്നില്ല. മുശ്രിക്കുകളും ഹജ്ജ് ചെയ്യുന്നു, അവരുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ട്. അവരുടെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവരുടെ ആണും പെണ്ണുമൊക്കെ കഅബം തവാഫ് ചെയ്തിരുന്നത് സമ്പൂർണ്ണ നഗ്നരായിട്ടായിരുന്നു. അതിന് അവർക്ക് ചില ന്യായങ്ങൾ ഉണ്ടായിരുന്നു. പാപം ചെയ്യുമ്പോൾ അണിഞ്ഞിരുന്ന വസ്ത്രമണിഞ്ഞുകൊണ്ട് കഅബാലയത്തിന്റെ ചുറ്റും തവാഫ് ചെയ്യാൻ പാടില്ലെന്ന, കേട്ടാൽ നല്ല ഇഖ്ലാസ് തുളുമ്പുന്ന വർത്തമാനമായിരുന്നു അവർ പറഞ്ഞിരുന്നത്. നമ്മളൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നുണ്ട്, തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ആ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങളുണ്ട്. അതുകൊണ്ട് വസ്ത്രങ്ങളൊക്കെ ആ വസ്ത്രങ്ങളുമായിട്ട്
കഅബ തവാഫ് ചെയ്യാൻ പോകുന്നത് പാപമാണ്, ശരിയാവില്ലെന്ന് മനസ്സിലാക്കി വസ്ത്രം തന്നെ വേണ്ട എന്ന് പറഞ്ഞു സമ്പൂർണ്ണ നഗ്നരായിക്കൊണ്ടാണ് സ്ത്രീകൾ അവരുടെ നഗ്നഭാഗത്ത് ഒരൽപ്പം മാത്രം, ഒരു തുണി മാത്രം വെച്ച് അങ്ങനെ ആണും പെണ്ണുമൊക്കെ ഇടകലർന്ന് സമ്പൂർണ്ണ നഗ്നരായിക്കൊണ്ട് തവാഫ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് അറേബ്യയിൽ അന്ന് മുശ്രിക്കുകൾക്കിടയിൽ, ഖുറൈശികൾക്കിടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടേതായ ഈ ആചാരങ്ങൾക്കൊന്നും ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയില്ല. എന്നാൽ പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഹിജ്റ 9-ാമത്തെ വർഷത്തിൽ ഹജ്ജിനുള്ള വലിയ ഒരു സംഘം പുറപ്പെട്ട ശേഷം ഇനി ഈ സമ്പ്രദായം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലെന്ന അറിയിപ്പ് മുശ്രിക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ഖുറൈശികളുമൊക്കെ ആയിട്ടൊരു ഉടമ്പടിയും കരാറുമൊക്കെ നിലവിലുണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആചാരങ്ങളെയും സമ്പ്രദായങ്ങളെയും അവരുടെ രീതിയിൽ ഹജ്ജ് നിർവഹിക്കുന്നതിനെയൊന്നും ആദ്യകാലത്ത് തടയാതിരുന്നത്. ചില ഉടമ്പടികൾ റസൂലുള്ളയും ഖുറൈശികളുമായിട്ടുണ്ടായിരുന്നു. എന്നാൽ 9-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഈ 300ഓളം വരുന്ന സംഘം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്ക് ഇനി ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ആയത്ത് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളാണ് സൂറത്തു തൗബയുടെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ആയത്തുകൾ. എന്താണ് ഇവിടെ അല്ലാഹു തആല പറയുന്നത്? ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹദ്തും മിനൽ മുശ്രികീൻ ഫസീഹു ഫിൽ അർദി അർബഅത അശ്ഹുരിൻ വഅലമൂ അന്നകും ഗൈറു മുഅ്ജിസില്ലാഹ് വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രികീന വറസൂലുഹു ഫഇൻ തുബ്തും ഫഹുവ ഖൈറുൽ ലക്കും എന്ന് തുടങ്ങിയ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുകയാണ്. ആ ആയത്തുകൾ അവതരിപ്പിച്ച അതിലുള്ള വിഷയം എന്താണ്? ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിൽ നിന്നുള്ള ഒഴിവ് പ്രഖ്യാപിക്കുന്നു. അല്ലാഹ് ഇതാ ഒഴിവായിരിക്കുന്നു. വറസൂലിഹി, അവന്റെ റസൂലിൽ നിന്നും ഇതാ ഒഴിവ് പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇലല്ലദീന ആഹദ്തും മിനൽ മുശ്രികീന, മുശ്രിക്കീങ്ങളിൽ നിന്ന് നിങ്ങൾ ഉടമ്പടിയെടുത്ത ആളുകളോട്, അതേ ഇതുവരെ എടുത്ത ആ കരാറ് അതിതായി നിർത്താൻ പോകുന്നു. ഇനി അസമ്പ്രദായങ്ങൾ തുടരാൻ പാടില്ല. അതുകൊണ്ട് ഫസീഹു ഫിൽ അർളി അർബഅത അശ്ഹുരിൻ, നിങ്ങൾ ഭൂമിയിൽ 4 മാസം സ്വൈരമായി സഞ്ചരിച്ചോളൂ. വഅലമൂ അന്നകും ഗൈറു മുഅ്ജിസില്ലാ, നിങ്ങൾ അറിഞ്ഞോരണം, നിങ്ങൾ അല്ലാഹുവിനെ അശക്തനാക്കുന്നവരൊന്നുമല്ല. അല്ലാഹുവിനെ തോൽപ്പിക്കാനൊന്നും അവിശ്വാസികളെ നിങ്ങൾക്ക് കഴിയൂല. വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ, അല്ലാഹു സത്യനിഷേധികളെ അപമാനിക്കുന്നവനും നിന്ദിക്കുന്നവനും തന്നെയാകുന്നു. തുടർന്നുകൊണ്ട് പിന്നെയും പറയുന്നു, വഅദാനും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിൽ നിന്നും അവന്റെ ദൂതനിൽ നിന്നുമുള്ള അറിയിപ്പിതാ. ഇലന്നാസി, ജനങ്ങളിലേക്കുള്ള അറിയിപ്പ്. യൗമൽ ഹജ്ജിൽ അക്ബരി, ഹജ്ജുൽ അക്ബറിന്റെ നാളിൽ അഥവാ ദുൽഹജ്ജ് 10-നതാ ബലികർമ്മം നിർവഹിക്കുന്ന ഹജ്ജിന്റെ പരമപ്രധാനമായ ചടങ്ങുകൾ നടക്കുന്ന ദുൽഹജ്ജ് 10-നാണ് യൗമുൽ ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത്. ഇവിടെ പലപ്പോഴും ആളുകൾക്കൊരു ധാരണയുണ്ട്, വെള്ളിയാഴ്ചയും അറഫയും കൂടി ഒന്നിച്ചു വന്നാൽ, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും ഹജ്ജും കൂടെ ഒന്നിച്ചു വന്നാലുള്ള പേരാണ് ഹജ്ജുൽ അക്ബർ എന്ന ഒരു ധാരണയുണ്ട്. അത് ശരിയല്ല. ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത് ദുൽഹജ്ജ് 10-ന് എല്ലാ കൊല്ലവും പറയുന്നത് ഹജ്ജുൽ അക്ബർ എന്ന് തന്നെയാണ്. ആ ഹജ്ജുൽ അക്ബറിൽ പ്രഖ്യാപനം അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രികീന വറസൂലുഹു, നിശ്ചയമായും അല്ലാഹും അതാ അവന്റെ ദൂതനും മുശ്രിക്കീങ്ങളിൽ നിന്നതാ ഇല്ലത്തിൽ നിന്നും ഒഴിവായതായി പ്രഖ്യാപിക്കുന്നു. ആകയാൽ ഫൈൻ തുബ്തും ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങളുടെ ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നുമൊക്കെ നിങ്ങൾ പശ്ചാത്തപിച്ച് നേരിന്റെ വഴിയിലേക്ക് വരികയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന അർത്ഥം വരുന്ന ഏതാനും ആയത്തുകൾ സൂറത്തു തൗബയുടെ പ്രാരംഭ ഭാഗത്തിറങ്ങിയ വചനങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ഓതിക്കൊടുക്കുകയാണ്. മുശ്രിക്കുകളുമായി ഇതുവരെ നിലവിലുണ്ടായിരുന്ന എല്ലാ കരാറുകളും
അതോടുകൂടെ അത് ഒഴിവായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കണം. നിങ്ങളുടെ കരാറൊന്നുമില്ല, ഇത് നിങ്ങളുടേതായ സമ്പ്രദായങ്ങളൊന്നും അനുവദിക്കൂല. അങ്ങനെ കൃത്യമായി തന്നെ ഖുർആൻ പറഞ്ഞു, എന്ത്? മുശ്രിക്കുകൾ നജസാണ്, മലിനമാണ്. അതുകൊണ്ട് ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം, അതേ അവര് ഈ കൊല്ലത്തിന്റെ ശേഷം ഇനി അവര് മസ്ജിദുൽ ഹറാമിലേക്ക് അടുക്കാൻ പോലും പാടില്ല. ആ വചനങ്ങളൊക്കെ ഈ സൂറത്ത് തൗബയിലാവുള്ളത്. അപ്പൊ ഈ ഒഴിവാകൽ പ്രഖ്യാപനം ഇവരുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവായിരിക്കുന്നു. നിലവിലുള്ള ഉടമ്പടികൾ അതൊരു 4 മാസത്തേക്ക്, ഇനി അതിനേക്കാൾ കുറച്ചുകൂടി ആരോടെങ്കിലും കരാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രമാത്രം നിലനിൽക്കും. പിന്നീട് നിങ്ങളുമായി ഇനി ഒരു ഉടമ്പടിയുമില്ല. ഇനി ഇസ്ലാമും കുഫറും ശിർക്കും തമ്മിലുള്ള ഒരു ബന്ധവുമില്ല. അതിന്റെ കൃത്യമായ ആ ഒഴിയൽ പ്രഖ്യാപനമിതാ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തുകൾ അത്രയും അവതരിക്കപ്പെട്ടത്. ഈ ആയത്ത് അവതരിക്കുന്ന വേളയിൽ അപ്പോഴേക്കും ആര് ഹജ്ജിന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുറപ്പെട്ടു പോയി കഴിഞ്ഞിരുന്നു. അതിന്റെ ശേഷമാണ് ഈ ഒഴിയൽ പ്രഖ്യാപനത്തിന്റെ വചനങ്ങൾ അവതീർണമാകുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? ഇത് ഹജ്ജുൽ അക്ബറിന്റെ ദിവസത്തിൽ അഥവാ ദുൽഹജ്ജ് 10 അന്ന് മക്കയിൽ പോയി പരസ്യമായി ഈ പ്രഖ്യാപനം പ്രഖ്യാപിക്കണം. അതിനൊരാള് വേണമല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയില്ലേ, സംഘം പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅദ്ദി അന്നി ഇല്ലാ റജുലുൻ മിൻ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളെ തന്നെയാണ് അത് നിർവഹിക്കാൻ ഞാൻ കാണുന്നത്. ഞാനുമായിട്ടെടുത്ത കരാറല്ലേ, അതുകൊണ്ട് എന്റെ കുടുംബത്തിൽപ്പെട്ട ആള് തന്നെ അതിന്റെ ഒഴിയൽ പ്രഖ്യാപനവും നടത്തട്ടെ മക്കയിൽ പോയിട്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിയോഗിച്ചത് ആ സംഘത്തിൽ പോയിട്ടില്ലാത്ത മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു ഇവിടെ ഈ ദൂതനായിക്കൊണ്ട് ഈ സന്ദേശവുമായിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തി. വഴിക്ക് വെച്ച് വലമ്മാ റആ അബൂബക്കർ അലിയ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലിയാരെ കണ്ടപ്പോൾ സഅലഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അമീറുൻ മഅ്മൂർ. കണ്ടോ മഹാനവറുകളുടെ വിനയം. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എന്താ ചോദിക്കുന്നത്? അമീറുൻ, നിങ്ങൾ അമീറാണോ? അല്ലാഹുവിന്റെ റസൂല് നിങ്ങളെ അമീറാക്കി അയച്ചതാണോ? അമ്മൂർ, അതോ കൽപ്പന കേട്ട് കൂടെ ഹജ്ജ് ചെയ്യുന്നവരോ സാധാരണ പൗരനായിട്ടാണോ അയച്ചിട്ടുള്ളത്? ആരാ ചോദിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്താ ചോദിച്ചത്? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അമീറായിട്ട് അയച്ചതാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബൽ മഅ്മൂർ, ഞാൻ അമീറല്ല, അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഇതിനു വേണ്ടി അയച്ചതല്ല, നിങ്ങളുടെ കൂടെ നിങ്ങൾ ഹജ്ജിന്റെ അമീറായി അയച്ചതല്ല, നിങ്ങൾ തന്നെയാണ് അമീർ. അവർ രണ്ടാളും ഒന്നിച്ച് മക്കയിലേക്ക് മുന്നേറുകയാണ്. ഇത് വിശദീകരിച്ചിടത്തൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു വിനയം. അദ്ദേഹം ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ച ആളല്ലേ, ഇടക്ക് കയറി വരില്ലേ അലി റളിയല്ലാഹു അൻഹു. അപ്പൊ ഉടനെ ചോദിക്കാണ്, നിങ്ങൾ അമീറാണോ? നിങ്ങൾ അമീറാക്കി അയച്ചതാണോ? എന്നാ പിന്നെ ഞാൻ ഒഴിയാം, നിങ്ങളുടെ കീഴിൽ ഞാൻ ഹജ്ജ് ചെയ്യും, നിങ്ങളാവട്ടെ അമീർ, ഞാൻ അതിന്റെ കീഴിലുണ്ടാകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ വലിപ്പത്തരൊന്നുമില്ല, എന്നെ നിശ്ചയിച്ചിട്ട് പിന്നെ ഇനി ഇടക്ക് വെച്ച് എന്നെ മാറ്റിയിട്ട് വേറൊരാളെ അവിടെ ആക്കുമ്പോ എനിക്കത് മോശമല്ലേ? അതൊന്നും മഹാനവറുകൾ ചിന്തിക്കുന്നില്ല. അദ്ദേഹം ചോദിച്ചത് അമീറാണോ? എങ്കിൽ ഞാനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അമീറല്ല, കൽപ്പന സ്വീകരിക്കുന്നയാളാണ്. അങ്ങനെ അവർ രണ്ടാളും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും അലി റളിയല്ലാഹു തആല അൻഹുവും രണ്ടാൾക്കും 2 ഡ്യൂട്ടിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമീറുൻ അലൽ ഹജ്ജ്, ഹജ്ജിന്റെ അമീറായിട്ടും, വഅലി യുബല്ലിഗു സദറ സൂറത്തി ബറാഅ, സൂറത്ത് ബറാഅ എന്നറിയപ്പെടുന്നത് സൂറത്ത് തൗബയാണ്. നമുക്കെല്ലാം അറിയാം, തുടക്കത്തിൽ അഊദു ബിസ്മി കാണാത്ത, വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ തുടക്കത്തിൽ ബിസ്മി ചേർത്ത് എഴുതപ്പെടാത്ത ഒരധ്യായമാണല്ലോ സൂറത്ത് തൗബ. അതിന്റെ തുടക്കത്തിൽ ആയത്ത ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി, അതുകൊണ്ട് ബറാഅ സൂറത്ത് എന്ന് അതറിയപ്പെടുന്നുണ്ട്. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു ഇത് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ ദുൽഹജ്ജ് 10 അന്ന്, ഹജ്ജിന്റെ അന്ന് ആളുകളെല്ലാം കേൾക്കേ
മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറയാണ്, നിയമങ്ങളൊക്കെ വിളിച്ചു പറയാണ്. ഇത് വിളിച്ചു പറയാൻ സഹായികളായിട്ട് സഹാബിമാരിൽ നിന്ന് വേറെ ചില ആളുകളും സഹായികളായിട്ടുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളൊക്കെ. 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വിളിച്ചു പറയാൻ കൽപ്പിക്കപ്പെട്ടത്. ആ ഹജ്ജിന്റെ വർഷം ജനങ്ങളോട് മുഴുവൻ വിളിച്ചു പറയാൻ കൽപ്പിക്കപ്പെട്ടത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ നഫ്സുൻ മുഅ്മിന, ഈമാനുള്ള മനുഷ്യരല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. അതുകൊണ്ട് എല്ലാവരോടും അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, മുഅ്മിനായാലേ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പഠിപ്പിക്കപ്പെട്ട, അന്തിമ പ്രവാചകനായ ഈ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട ഈമാൻ കൃത്യമായി ഉൾക്കൊണ്ട മുഅ്മിനായ മനുഷ്യനല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കൂല, മറ്റുള്ളവരെല്ലാം നരകത്തിലാണ് എന്ന പ്രഖ്യാപനം. രണ്ടാമതായി പറഞ്ഞത് വലാ യതൂഫു ബിൽ ബൈത്തി ഉരിയാൻ, ഇനിമേലിൽ പരിശുദ്ധ കഅബാലയം നഗ്നരായി കൊണ്ട് തവാഫ് പാടില്ല. ഇനി ആരും ഇവിടെ വന്ന് തുണി ഉരിഞ്ഞ തവാഫ് പാടില്ല. 9 പ്രഖ്യാപിക്കണം. ഇതുവരെ അങ്ങനെയൊക്കെ നടന്നത്. അതുകൊണ്ട് ഇനി മേലാൽ തുണി ഉരിഞ്ഞ് നഗ്നനായി കൊണ്ടുള്ള തവാഫ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് വിളിച്ചു പറഞ്ഞു. മൂന്നാമത്തെ കൽപ്പന വലാ യഹുജ്ജു ബഅദൽ ആമി മുശ്രികുൻ, ഇക്കൊല്ലം വന്നവര് വന്നു, ഇക്കൊല്ലത്തിന്റെ ശേഷം ഇനി വരും കാലങ്ങളിൽ ഒരൊറ്റ മുശ്രിക്കും ഇങ്ങോട്ട് വരാൻ പാടില്ല. ഹജ്ജിന് വരാൻ പാടില്ല എന്ന് മാത്രമല്ല, ഫലാ യഖറബുൽ മസ്ജിദൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഇന്നും ആ നിയമമാണ്. ഹറമിന്റെ ബോർഡറിന്റെ മുമ്പേ വെച്ച് ബോർഡുകൾ, റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദിശാ ബോർഡുകൾ വെച്ച് കാണുന്നു. ലിഗൈരിൽ മുസ്ലിമീൻ, അമുസ്ലിമീങ്ങൾ തിരിഞ്ഞു പോകണം ഇതിലെ. ലിൽ മുസ്ലിമീന ഫഖത്ത്, ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള റോഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹറമിന്റെ ബോർഡറിൽ നിന്ന് തന്നെ 2 ഭാഗങ്ങളിലേക്കായ റോഡുകൾ തിരിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അന്ന് മുതൽ ഇന്ന് വരെ ഒരൊറ്റ കാഫിറിനും ഒരു മുശ്രിക്കിനും പിന്നീട് അങ്ങോട്ട് പ്രവേശനം ഇല്ല. ഇസ്ലാം വളരെ ഗൗരവത്തോടെ അത് അന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് വമൻ കാന ബൈനഹു വബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്ദുൻ ഫഅഹ്ദുഹു ഇലാ മുദ്ദതിഹി, ആരോടെങ്കിലും അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകമായി വല്ല കരാറുകളും ഉടമ്പടികളും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ അവധി വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ, അതിലപ്പുറമില്ല. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഇനി അവരുമായിട്ടൊരു കരാറോ ഉടമ്പടിക്കൊന്നും ആരും വരേണ്ടതില്ല. ഇനി അവരുമായിട്ട് ആ വിഷയത്തിലുള്ള ഒരു നിരക്കുള്ള കരാറുമില്ല. ഇത് കൃത്യമായി പറഞ്ഞു. ഈ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു. സൂറത്തു തൗബയുടെ തുടക്കത്തിലുള്ള ഈ വചനങ്ങളൊക്കെ ഓതി കേൾപ്പിച്ചു. അങ്ങനെ ശാന്തമായ അന്തരീക്ഷത്തിൽ അവിടെ വെച്ച് അന്നത്തെ ആ കൊല്ലത്തെ ഹജ്ജ് വളരെ കൃത്യമായി തന്നെ മറ്റുള്ളവരും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് തന്നെ അത് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, മറ്റുള്ളവരോടൊന്നും ഇനി നിങ്ങളുടെ ഈ രൂപത്തിലുള്ള പരിപാടികളൊന്നും പാടില്ല എന്ന് പറഞ്ഞ് അക്കൊല്ലം തന്നെ ആ ശുദ്ധീകരണ പ്രക്രിയ നടന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിലൂടെ കൂടുതൽ അവിടുത്തോട് സ്നേഹം നമ്മുടെ ഖൽബുകളിൽ അല്ലാഹു നിറക്കുമാറാകട്ടെ. അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമികമായ കാര്യങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലവരിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മയെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ കാവൽ നമുക്കുണ്ടായി തീരുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ശിഫയാക്കുകയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.